ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ നീറ്റ് എക്സാം റിവ്യൂ ആണ്. ഈ ഒരു നീറ്റ് എക്സാം പേപ്പറിനെ കീറി മുറിച്ച് അനലൈസ് ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ 12th കഴിഞ്ഞിട്ട് നീറ്റ് എക്സാം ചെയ്ത ഒരാളല്ല. 12th കഴിഞ്ഞ് 1 year റിപ്പീറ്റ് ചെയ്തിട്ട് എക്സാം അപ്രോച്ച് ചെയ്തൊരു സ്റ്റുഡൻ്റാണ് ഞാൻ. സോ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത്. ഇതിൽ കറക്റ്റായിട്ട് എനിക്ക് ഡീപ്ലി അനലൈസ് ചെയ്ത് പറയാനുള്ളൊരു ഇതില്ല. ബട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് കോഡ് വരുന്നത് 80ാമത്തെയാണ്. എനിക്ക് വന്ന എൻ്റെ എക്സാം സെൻറ്റർ ഒരു 60 കിലോമീറ്ററും ഡിസ്റ്റൻസ് വന്നൊരു സ്ഥലമായിരുന്നു. സോ അതായിരുന്നു എനിക്ക് ഫസ്റ്റ് എന്നെ പറ്റി പറയാനുള്ളത്. നല്ലൊരു സ്കൂൾ തന്നെയായിരുന്നു എനിക്ക് കിട്ടിയത്, നല്ല ടീച്ചേഴ്സ് തന്നെയായിരുന്നു. അങ്ങനെയൊക്കെയാണ്. ടെക്സ്റ്റ് ബുക്ക്ലെറ്റ് കോഡ് 80 ആണ്. ഇത് ഫസ്റ്റ് തന്നെ ഞാൻ പറയണത്, എനിക്ക് നല്ലൊരു എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര ടെൻഷനായിട്ട് പോയി. എനിക്ക് കുറേ കൺഫ്യൂസിങ് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. നീറ്റ് എക്സാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസൊക്കെ ഏകദേശം നോക്കിയിരുന്നു, കുഴപ്പമില്ല, ഓക്കെ എക്സാം ഈസി ആയിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിരുന്നാൽ കൂടി ഒരു എക്സാം ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞ ഒരു വാർത്ത ഒരു മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഈ എക്സാം എങ്ങനെയും കഴിഞ്ഞ് കിട്ടിയാലും മതി എന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ടാവും. ആ ഒരു കൂട്ടത്തിലുള്ളത് ഞാനും. കാരണം 1 year റിപ്പീറ്റ് ചെയ്ത് ഓൺലൈനായിട്ടാണ്. കുറേ ഡിഫിക്കൽട്ടീസ് ഈ ഫേസിൽ കൂടെ വന്നിട്ടുണ്ട്. ഓൺലൈനല്ലേ, വീട്ടിൽ നിന്ന് പഠിച്ചോടെ അങ്ങനെയൊക്കെയും വിചാരിക്കാം. പക്ഷേ കറക്റ്റ് അതിലൂടെ സ്ട്രഗിളിൽ കൂടെ പോയവർക്ക് ഇതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഫീൽ ചെയ്ത ബയോളജിയാണ്. എത്രത്തോളം സിമ്പിളാണെന്ന് പറഞ്ഞാലും ഞാൻ ഒരു റിവ്യൂ ബേസ് പറയുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് തന്നെ എനിക്ക് എക്സാം പേപ്പർ കിട്ടിയ സമയത്ത് ഞാൻ റോൾ നമ്പർ ഇങ്ങനെ ഓരോന്നിങ്ങനെ മാർക്ക് ചെയ്യാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കൈ വരയ്ക്കുകയാണെങ്കിൽ ഭയങ്കര പേടിയായി. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കിത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷെ അതിന് മുമ്പ് ഏതൊരു എക്സാം റിവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഏതൊരു നമ്പർ തെറ്റ് ചെയ്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയിരുന്നു. അങ്ങനെയുള്ളതുണ്ടായി നമുക്ക് വേറെ എക്സ്ട്രാ പേപ്പർ വരെ കിട്ടില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് എനിക്ക് കൈ ഇങ്ങനെ വരച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ എക്സാം ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്കൂൾ തന്നെയായിരുന്നു, നല്ല ടീച്ചേഴ്സ് തന്നെയായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് നല്ല മഴയുണ്ടായിരുന്നു ആ സമയത്ത്. ഭയങ്കര പേടിയാണ് ഈ മാർക്ക് ചെയ്യുന്ന സമയത്ത്. എൻ്റെ കൈയ്ക്ക് വിറച്ച്, എനിക്കറിയില്ല എന്തുകൊണ്ട് അങ്ങനത്തെ വിറക്കില്ല വന്നതെന്ന്. എനിക്ക് തോന്നുന്നു നീറ്റ് എക്സാമിൻ്റെ ദിവസം ഞാൻ മതിയേക്ക് ഇനഫ് ആയിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിനോ എനിക്കറിയാം എങ്ങനെ നമ്മൾ അത്യാവശ്യം ഉറക്കൊന്നും കളയാൻ പാടില്ല. പക്ഷേ ലാസ്റ്റ് ദിവസമല്ലേ, എന്നാലും കുറച്ച് ശേഷം ഞാൻ ഉറങ്ങിയായിരുന്നു. അങ്ങനെ ബയോളജി എക്സാം കഴിഞ്ഞു. ബയോളജി എക്സാമിൽ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യാണ് ആൻസേഴ്സ്. ഒരു 10-12 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഇത്രയും കോൺട്രവേഴ്സീസ് ഉണ്ട്, ഇത്രയും പിള്ളേർ റീനീറ്റ് കാരണം സൂസൈഡ് ചെയ്തു. അപ്പോൾ അവർ ചിലപ്പോൾ ഈ പ്രാവശ്യത്തെ പേപ്പർ അത്യാവശ്യം ഈസി ആക്കി ഇടുമായിരിക്കും, ഇത്രയും പേര് സ്ട്രഗിൾ ചെയ്തല്ലേ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എൻ്റെ ആ ഒരു കണക്ക് കൂട്ടിലൊക്കെ അവർ മാച്ച് കളഞ്ഞു, അങ്ങനെ പറയാം. ബയോളജി ഈസി ആയിരുന്നു. പക്ഷേ എന്നിട്ടും ഞാൻ കുറേ എന്ന് പറയാൻ എന്നാലും അത്യാവശ്യം ഞാൻ നെഗറ്റീവ് വാങ്ങിച്ചിട്ടുണ്ട്. ബയോളജി ആയിക്കോട്ടെ, ബയോളജിയിലാണ് ഞാൻ കൂടുതൽ നെഗറ്റീവ് വാങ്ങിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബയോളജിയിൽ ഈസിയാണ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷേ ചില മൈനർ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, അത് മതിയല്ലോ. പിന്നെ ക്വസ്റ്റ്യൻസിന് ഭയങ്കര ഡീപ്ലി ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരുന്നില്ല, വളരെ കുറച്ച്. മീൻസ് നമുക്ക് അത്യാവശ്യം ബയോളജിക്ക് അറിയോ എങ്കിൽ എന്തായാലും ഒരു അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്ക് എന്തായാലും ഒരു 75+ ക്വസ്റ്റ്യൻസ് എന്തായാലും ഈസി ആയിട്ട് കിട്ടും. ബാക്കി പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് ന്യൂമറിക്കൽസ് കയറി വന്നിട്ടുണ്ട്. ഇപ്പം ഞാനൊരു 4-5 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് വന്നിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ ഭയങ്കര ഈസിയുള്ള ന്യൂമറിക്കൽസ് ആണ്. പക്ഷെ നമ്മളിങ്ങനെ ബയോളജിയിലെ ന്യൂമറിക്കൽസ് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പേടിയും അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നിപ്പോവും. ഇപ്പോൾ ഒരു 4-5 ക്വസ്റ്റ്യൻസ് വന്നു. ഞാൻ പറഞ്ഞു ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കര പേടി എന്നല്ല, എനിക്കത് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഐഡിയ കിട്ടിയില്ല. 177th ക്വസ്റ്റ്യൻ. അപ്പം ഞാനത് ചെയ്തില്ല. എനിക്ക് ആകെ ബയോളജി 90 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു 89 ചെയ്തിട്ടുണ്ട്, അതൊഴികെ ബാക്കിയും ചെയ്തിട്ടുണ്ട്. പിന്നെ NCERT ഫുള്ള് വായിക്കുക ഒരു 1 week കൊണ്ട് എനിക്ക് തോന്നുന്നത് നമുക്ക് ഫുള്ള് വായിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചില സംഭവങ്ങൾ നമുക്ക് ഓർമ്മ പോകുന്നില്ല. സോ അതുകൊണ്ട് കുറച്ച് നെഗറ്റീവ് വരുത്തിയിട്ടുണ്ട് ബയോളജിയിൽ. ഓവറോൾ ബയോളജി അത്യാവശ്യം ഈസി തന്നെയായിരുന്നു, പക്ഷേ ചെറിയ മൈനർ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് നെഗറ്റീവ് മാർക്കും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ബയോളജി റിവ്യൂ എനിക്ക് അതാണ് പറയാനുള്ളത്. ഇനി അടുത്തത് കെമിസ്ട്രി ഈസി ആയിരുന്നില്ല. ഒരു ഡിഫിക്കൽട്ടാണെന്ന് ചോദിച്ചാൽ മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലിൽ കെമിസ്ട്രി പേപ്പർ ഉണ്ടായിരുന്നത്. അതിലും കുറച്ച് നെഗറ്റീവ് വരുത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് എന്താ വിഷമം എന്ന് വെച്ചാൽ, ഞാൻ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അറിയാവുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഉള്ളിലൊരു ഇന്നർ മീനിങ് മനസ്സിലാക്കാതെ കുറച്ചൊക്കെ നെഗറ്റീവ് എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഇപ്പോൾ അസേർഷൻ റീസൺ ക്വസ്റ്റ്യനിലാണെങ്കിൽ മീൻസ് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ അസേർഷൻ റീസൺ കറക്റ്റ് തന്നെയാണ്, പക്ഷെ ഞാനവിടെ കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് അസേർഷൻ റീസൺ കറക്റ്റാണ്, പക്ഷേ നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നൊക്കെ കൊണ്ട് മാർക്ക് ചെയ്തു.
അതൊരു 2-3 ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം. ഞാൻ പഠിച്ചിട്ടുള്ള മീൻസ് ഡീപ്ലി ചില ചാപ്റ്റേഴ്സ് ലാസ്റ്റ് ആയപ്പോൾ ഞാൻ നോക്കിയില്ല, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. പക്ഷെ ചിലത് ഞാൻ നന്നായിട്ട് നോക്കിയായിരുന്നു. അങ്ങനത്തെ ചാപ്റ്റേഴ്സാണ് ഞാൻ കുറച്ച് നെഗറ്റീവായി വരുത്തിയിട്ടുള്ളത്. പിന്നെ എനിക്ക് അറിയാത്ത ഞാൻ തീരെ മൈൻഡ് ചെയ്യാൻ വരെ പോയില്ല, കാരണം സമയം പോവും, ഒന്നാമത്തെ ഫാക്ടർ. രണ്ടാമത്തത് നമുക്ക് നെഗറ്റീവ് മാർക്ക് കിട്ടും ചിലപ്പോൾ തെറ്റെങ്കിൽ. സോ അത് ഞാൻ തീരെ നോക്കാനും പോയിട്ടില്ല. ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. മീൻസ് നമുക്ക് 69ാമത്തെ ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ നമ്മുടെ ചില ക്വസ്റ്റ്യൻസൊക്കെ ഈസി തന്നെയായിരുന്നു. പിന്നെ ബയോമോളിക്യൂൾസിൻ്റെ ബയോമോളിക്യൂൾസിൻ്റെ ചില ബയോമോളിക്യൂൾസിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ചൊന്ന് ഡീപ്ലിയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ നമുക്കെല്ലാം അറിയണം, ഏതാ തെറ്റുന്ന പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വൈറ്റമിൻ എ, ബി അങ്ങനെ എല്ലാം ഞാൻ എനിക്ക് തോന്നുന്നു നീറ്റ് എക്സാമിൻ്റെ തലേ ദിവസം വൈറ്റമിൻ എ തൊട്ട് കെ വരെയുള്ള എല്ലാത്തിൻ്റെയും ഡിസീസ് പഠിച്ചു വെച്ചു. സോഴ്സ് നോക്കാൻ പോയി നോക്കിയപ്പോൾ ഏകദേശം സിമിലർ സോഴ്സ്. അപ്പോൾ ഞാൻ ഓക്കെ ഇത് വരില്ലായിരിക്കും, ഇതത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല, അങ്ങനെ വന്നത് തന്നെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് അങ്ങനെ വരുള്ളൂ. പക്ഷേ ഇതിൽ കറക്റ്റ് അത് മാച്ച് ചെയ്യാൻ വന്നിട്ടുണ്ട്. എനിക്കറിയില്ല ഇതിന് ഏറ്റവും മുമ്പിന് വന്നിട്ടുണ്ടോ. അത് ആകൊരു എന്താ പറയുക, നെഗറ്റീവ് വരുത്തി വെച്ചിട്ടുണ്ട് അതിന്. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. കെമിസ്ട്രി ഒരിക്കലും ഭയങ്കര ഈസി ആയിരുന്നില്ല, എന്നുവെച്ചാൽ തീരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. മോഡറേറ്റ് ലെവലായിരുന്നു കെമിസ്ട്രി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഫൈനൽ 1 നമ്മുടെ ഫിസിക്സ് പേപ്പറിൻ്റെയൊക്കെ അവസ്ഥ പറയുകയാണെങ്കിൽ കുറേ നല്ല ക്വസ്റ്റ്യൻസ് ഇവർ ആഡാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ഈസി ആയിരുന്നു. അപ്പോൾ ഒരു നെക്സ്റ്റ് എക്സാം കുറച്ച് ഡിഫിക്കൽട്ട് ആക്കാമെന്ന് വെച്ചിട്ട് ഒരു 2025 ലെവലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുണ്ട്. ഫിസിക്സ് ആയിരുന്നു മെജോറിറ്റി ഓഫ് ആസ്പിറൻസിനും ഡിഫിക്കൽട്ടായെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈ ഒരു 9ാമത്തെ ക്വസ്റ്റ്യനൊക്കെ കണ്ടാൽ എന്താ പറയുക, ഞാൻ ചെയ്യാൻ നോക്കി ഫസ്റ്റ് തന്നെ. പിന്നെ എനിക്ക് മനസ്സിലായി നെഗറ്റീവാണ്. ഈ ഒരു കോൺസ്റ്റൻസിൻ്റെ കല്യാണം അതിൽ എന്തൊക്കെ ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്, അങ്ങനത്തെ KB, ടോസ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ കോൺസ്റ്റൻസ്. ഇവിടെ ഒരെണ്ണാണെങ്കിൽ കണ്ടുപിടിക്കും, പോട്ടെ 2 കണ്ടുപിടിക്കും, 3 നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ഇത് വേണ്ടേ. ചിലത് പക്ഷേ 17ാമത്തെ ക്വസ്റ്റ്യൻ അത്യാവശ്യം ഈസി ആയിരുന്നു. ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. 18 കുഴപ്പമില്ല, 19 കുഴപ്പമില്ല, ഈസി തന്നെയായിരുന്നു. പിന്നെ 20 എനിക്ക് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. അറിയാത്തൊന്നും ഞാൻ കറക്കി കുത്താനേ പോയിട്ടില്ല, വെറുതെ നെഗറ്റീവ് തന്നെ വെച്ചിട്ട്. എന്നിട്ടും ഞാൻ സ്റ്റിൽ നെഗറ്റീവ് വരുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് റഫ് പേപ്പേഴ്സ് ഇവിടെ ഒരു 2 റഫ് പേപ്പേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിലും ഉണ്ട്, നമുക്ക് ഞാൻ പീരിയോഡിക് ടേബിൾ വരച്ച് ബാക്കിലുണ്ട് 2. ഇങ്ങനെയാണ് നമ്മുടെ ഒരു എക്സാമിൻ്റെ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം എഴുതിയപ്പോഴാണ് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ 2025 അതായത് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഒരു എക്സാം എഴുതിയൊരു ആസ്പിറൻ്റ് തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലാസ്സിലേക്ക് തോന്നുന്നു ടോട്ടൽ ആകെ 24 പിള്ളേരാണ് ആകെ ഉള്ളത് ക്ലാസ്സിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. അതിലൊരു കുട്ടി മാത്രമേ വരാതിരുന്നിട്ടുള്ളൂ, എൻ്റെ ഒപ്പം ഇരിക്കുന്ന കുട്ടി. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിൽ തന്നെ ഒരു 17 പേരോളം വന്നിട്ടുള്ളൂ, ബാക്കി 7 പേരോളം വന്നിട്ടില്ല. അങ്ങനെ വന്നിട്ടുണ്ട്, മീൻസ് പിള്ളേരെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടും വരാത്ത പിള്ളേർ. പിന്നെ നമുക്ക് ലാസ്റ്റ് വീക്ക് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയാണ്, എല്ലാവരും എനിക്ക് ഒരു യൂട്യൂബ് വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ എക്സാം മാറ്റി വയ്ക്കും. എനിക്ക് തോന്നി മാറ്റി വയ്ക്കാനും സാധ്യതയില്ല അവർ. പിന്നെ അതിനുള്ള കുറേ എന്തൊക്കെയായിരുന്നു, ആർമിക്കാരുടെ പേപ്പർ, സെക്യൂരിറ്റി ഭയങ്കര. പിന്നെ അതിൻ്റെ 9 സൂസൈഡ് കേസോളം 9+ തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധം കഴിഞ്ഞ പോലെ നമുക്ക് തോന്നുന്നത് നീറ്റ് എക്സാമും. മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവുക ഇനി നീറ്റ് എക്സാം എങ്ങനെയും കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നൊരു ഹോപ്പോടെ ആയിരിക്കും. കാരണം അത്രയും നമ്മൾ ഈ ഒരു ഫേസിൽ കൂടെ സ്ട്രഗിൾ ചെയ്ത് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നീറ്റ് എക്സാം അനൗൺസ് ചെയ്തു, അത് ഡിഫിക്കൽട്ടായി. പിന്നെ ഈ ഒരു എക്സാമിൻ്റെ തലേദിവസം യൂട്യൂബിൽ കൂടെ അതൊരു പേപ്പറൊക്കെയും പോകുന്നുണ്ടായിരുന്നു. ഞാൻ പക്ഷേ ഇതൊക്കെ വരും. പിന്നെ അതിലെ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ മനസ്സിൽ വരില്ല എന്ന്, അത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു. പിന്നെ ഞാൻ എഴുതിയ സ്കൂൾ SMT ചാലക്കരയാണ്. പറയാതിരിക്കാൻ പറ്റില്ല, നല്ല അവിടുത്തെ ടീച്ചേഴ്സ് തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയുള്ള സ്കൂള് എൻ്റെ സ്കൂൾ തന്നെയായിരുന്നു, അവിടെ നല്ല രീതിയിൽ തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് ആകെ ടെൻഷനായത് എന്താ ചെയ്യുക. എനിക്ക് സ്റ്റിൽ ഞാൻ 12 വർഷം പഠിച്ച സ്കൂളാണ്. അവിടെ പോയിട്ട് എനിക്ക് എവിടെയാണ് റൂം, ഇവിടെയാണ്, എനിക്ക് ഭയങ്കര ടെൻഷനായ സമയത്ത് കയ്യേക്ക് മറക്കായിരുന്നു. ഇവിടെ നിന്ന് വെച്ചാൽ നമ്മുടെ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കോർണറിലും ഓരോ ടീച്ചേഴ്സ് ഉണ്ട്, നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ അവരുടെ നല്ലൊരു എക്സാമൊക്കെ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇതായിരുന്നു. ഇനി ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യുന്ന റിപ്പീറ്റ് ചെയ്യാനേ ഇല്ല എനിക്ക്. പക്ഷേ ഞാൻ തന്നെ എൻ്റെ ഒരു
ഫ്രണ്ട്സ് ഗ്യാങ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് മീൻസ് എൻ്റെ ഒരു ക്ലാസ്സിൽ തല്ലട്ടെ, എൻ്റെ ലൈഫിലുണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സിൽ എൻ്റെ കുറച്ച് പിള്ളേർക്കൊക്കെ ഈ നീറ്റ് MBBS എന്ന് പറഞ്ഞ ഡ്രീമൊക്കെ ഉണ്ടായിരുന്നു. അതിലും ഒരു പകുതി പേര് മാത്രമേ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളൂ. അതിലിനിപ്പോൾ 1-2 പേർക്ക് എനിക്കറിയില്ല എത്ര പേർക്ക് കിട്ടുമെന്നുള്ളത്, കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഓക്കെ 1 ഇയർ പോയി. എന്നോട് ഞാൻ ഈ നീറ്റ് എക്സാം എഴുതുന്നതിന് മുമ്പ് ഒരാൾ പറഞ്ഞിട്ട് 1 ഇയർ പോയില്ല എന്ന്. എങ്ങനെയാണ് 1 ഇയർ വേസ്റ്റ് ആവണേ? നമ്മൾ ഓടുന്നതാണ്, നമ്മളെന്താ വല്ല റേസിനാണോ, നമ്മൾ വല്ല ഓട്ട മത്സരത്തിനാണോ നടക്കുന്നത്? നമുക്ക് പെട്ടെന്ന് ഓടി ജയിച്ചിട്ട് വല്ലതും കിട്ടാണ്ടോ? ഇല്ലല്ലോ. നമുക്ക് പിന്നീടൊരു സമയത്ത് റിഗ്രറ്റ് തോന്നാൻ പാടില്ല. ഞാനത് എഴുതിയല്ലോ, എനിക്കിത് എഴുതായിരുന്നു എന്നൊരു തോന്നൽ വരാൻ പാടില്ല. ഒരൊറ്റ കാരണത്തോടെ ഞാൻ 1 ഇയർ റിപ്പീറ്റ് ചെയ്തിരുന്നത്. ഒരു കാലത്തും പിന്നീട് ഓക്കെ ഞാനത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നിട്ടും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തില്ലല്ലോ എന്നൊരു ചിന്ത എനിക്കൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. കിട്ടാതിരിക്കാതൊക്കെയും ഓരോ ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടേതായൊരു മാക്സിമം ലെവൽ ഓഫ് ഒരു പ്രിപ്പറേഷൻ കൊടുക്കണം. ഞാൻ ഈ ജേർണലിൽ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, പലപ്പോഴായിട്ട് നിർത്തിപ്പോകാമെന്ന് വരെ വിചാരിച്ചിട്ടുണ്ട് സ്റ്റിൽ. പക്ഷേ അതൊക്കെ നേരിട്ടുകൊണ്ട് ഞാൻ റീനീറ്റിന് വേണ്ടിയിട്ട് അത്യാവശ്യം എൻ്റെ ഒരു മാക്സിമം ലെവൽ ഓഫ് ഹാർഡ് വർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്കത് മാത്രം മതി. ഇതാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്യാനൊന്നും പോണില്ല. ഇനി എന്താ പറയുക, എനിക്ക് ഈ കോഴ്സിനോട് ഭയങ്കര ഇഷ്ടമുണ്ട്, അതുകൊണ്ട് ഞാൻ 1 ഇയർ തന്നെ ഇതിന് വേണ്ടി കൊടുത്തത്. ഇനി എനിക്കിപ്പോൾ ഒരു എക്സാമും കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ എൻട്രൻസ് എക്സാമും കഴിഞ്ഞു. ഇതാണ് എൻ്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ. ശരിക്കും പറയാൻ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കുറേ പാഠങ്ങളുണ്ട്. എക്സാം ഈസി ആവും ഡിഫിക്കൽട്ടും എന്ത് തന്നെ ആവും, പക്ഷെ മനക്കരുത്ത് വേണം. നിങ്ങൾ ഭയങ്കര 99.99 വാങ്ങിച്ചിട്ടും കാര്യമില്ല, ഭയങ്കര മനക്കെട്ടി വേണം. നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അടുത്ത മൂവ് എന്താണെന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ആത്മഹത്യകൾ നടന്നത്. അവരൊന്നും ആവറേജ് സ്റ്റുഡൻസ് ഒന്നും ആയിരുന്നില്ല, തീരെ പഠിക്കാത്തവർ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആ ഒരു സമയത്ത് വന്ന ടെൻഷനെ ഓവർകം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അവരെത്രയും പേര് അങ്ങനെ ചെയ്തത്. പക്ഷെ നമ്മൾ അത്രയും പക്ഷെ എനിക്ക് മനസ്സിലാവേണ്ട അവരുടെ ഫീലിങ്സ്. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടാണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ വെച്ച് തന്ന ഒരു അവസരം പിന്നീട് ആരൊക്കെ എടുത്തു കൊണ്ടുപോകുക, ആ ഒരു രീതിയിലായിരിക്കും അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നമ്മുടെ ലൈഫാണ്. ഈ ഒരു നീറ്റ് എന്നല്ല, ഏതൊരു എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും തോൽക്കാം, പക്ഷേ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും നിങ്ങൾ എക്സാമിനോട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ 100% നിങ്ങൾ കൊടുക്കുക. പിന്നെ മനസ്സിന് കട്ടി കൊടുക്കുക. എന്നെ കൊണ്ട് പറ്റും, കിട്ടിയില്ലെങ്കിലും ഇവിടെ എൻ്റെ വേൾഡ് എൻഡ് ചെയ്യുന്നില്ല. എനിക്കിതിൽ വിഷമമുണ്ടോ എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് വിഷമം ഉണ്ടാവും. 1 ഇയർ റിപ്പീറ്റ് ചെയ്താണ് എന്ന് വെച്ചാൽ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ടോ ഞാൻ പഠിക്കാത്തതുകൊണ്ടോ എല്ലാം കിട്ടാത്തതെന്ന് എനിക്കറിയാം. സോ ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ.